ബാംഗ്ലൂർ ഫ്ലൈറ്റിൽ നമ്മുടെ ഒരാൾ വരുന്നുണ്ട്. ഇന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആണോ? ഇല്ല സർ, റൈറ്റ് ടൈമാ. എന്നാൽ താനൊരു കാര്യം ചെയ്യും, ഞാനൊരു പേര് എഴുതരാം, താനൊന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ സർ. ഹലോ ഹലോ, ആരെങ്കിലും വരുന്നുണ്ടോ? അഡ്വക്കേറ്റിന്റെ മോള് വരുന്നുണ്ട്. ആ, നിമ്മി ചെറിയാൻ. ഇതാരാ? നമ്മുടെ സജി സാറിന്റെ പാർട്ടിയാ. ഓ, ബാംഗ്ലൂർ ഫ്ലൈറ്റ് റൈറ്റ് ടൈമാ? റൈറ്റ് ടൈം ആണല്ലോ. തീപ്പെട്ടി ഉണ്ടോ? ആ തരാം. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജോലിയൊക്കെ എങ്ങനെയുണ്ട്? Your attention please. അങ്ങനെ പോകുന്നു. Flight number IC531 from Bangalore. റൈറ്റ് ടൈം ആണല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാം. Thank you. ശരി. Hello. ഹലോ. ഓക്കെ സർ. താങ്ക് യു അരവിന്ദ. ഹലോ, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ഐ എം സജി. പഴയ സിറ്റി മുഖാകെ മാറിയിട്ടുണ്ടല്ലേ? ഇവളാള് ജാടയാണല്ലോ. നിങ്ങൾ എങ്ങോട്ട്? വീട്ടിലേക്ക്. വീട്ടിലേക്കോ? എങ്ങനെയാണോ വീട്ടിലേക്ക് പോകേണ്ടത്? പിന്നെ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത്? നിങ്ങൾ എന്നെ പഠിപ്പിക്കാണോ? എനിക്കെന്താ പള്ളിക്കൂടം വാദ്യരുടെ പണിയാണോ? ഓഹോ, നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യാനല്ലേ? ഞാൻ ഡാഡിയോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ഇങ്ങനെ അൺകൾച്ചർഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ വെക്കരുതെന്ന്. എന്താ നിമ്മി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിമ്മിയോ? ഞാൻ നിമ്മിയൊന്നുമില്ല. ഐ എം ഗീത സാമുവൽ. അല്ല, അപ്പോ നിമ്മി അതല്ല, രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കോ ഓരോ നമ്പറും കൊണ്ട്. അതെ, പിന്നെ ഒന്ന് നിൽക്കണേ, ഞാനൊന്ന്. ഐ എം സോറി, ആളറിയാതെ പറ്റിപ്പോയതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇനിയിപ്പോ ഒറിജിനൽ നിമ്മി എവിടെ പോയി തപ്പും? ഡാഡി, ഡാഡി, മോളിങ് എത്തിയോ? ഡാഡി, എയർപോർട്ടിൽ വണ്ടി അയച്ചോ? ആ വണ്ടിയിലല്ലേ നീ വന്നത്? അല്ല, ഞാൻ ടാക്സിയിൽ വന്നത്. ടാക്സിയിലോ? അവനോട് വന്നില്ലേ? പിന്നെ അവൻ ഇവിടെ പോയി. ആ മോളെ, പുതിയൊരു ഡ്രൈവറാ കേട്ടോ. എന്റെ പേര് പിടിച്ച് പിടാട്ടുമായി ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ കാണിച്ചു തന്ന വണ്ടിയില്ല ഞാൻ കയറിയത്. ഏതോ ഒരുത്തൻ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയനെ. അയ്യോ മോളെ, സൂക്ഷിക്കണം. കിഡ്നാപ്പേഴ്സ് ഒക്കെ ഉള്ള സ്ഥലവാ. ഓരോ ദിവസം പേപ്പർ എടുത്ത എന്തൊക്കെയാ കാണുന്നേ. ആ, മോള് പോയി കുളിച്ച് റെസ്റ്റഡ്. ഡാഡി നേരത്തെ വരാം. മിടുക്കി. രംഗയ്യ, ഈ പെട്ടി എടുത്ത് അകത്ത് പോയി. എടാ, നീ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ പോകുന്നത്? വെറുതെ എന്തിനാ എയർപോർട്ടിനെ കുറ്റം പറയുന്നത്? ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? എന്റെ കർത്താവേ, ഞാൻ നിമ്മി എവിടെ പോയി അന്വേഷിക്കാനാ? അവളെ ബാംഗ്ലൂർ ഫ്ലൈറ്റ് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഗ്രേസ് കുട്ടിയുടെ ഫോൺ വന്നു. ഫ്ലൈറ്റ് വന്ന് പോയെന്ന് നീയും പറയുന്നു. അവൾ ആദ്യമായിട്ട് ഇവിടെ വരികയാ. ഈ സ്ഥലത്തെ പറ്റി അവൾക്ക് യാതൊരു ബോധവും ഇല്ല. എന്റെ കർത്താവേ, ഞാൻ ഗ്രേസിയോട് എന്നാ സമാധാനം? നിന്നെ അയച്ച നേരത്തെ ഞാൻ എന്റെ അടുത്ത് സംസാരിക്കരുത്. അച്ചായൻ പറഞ്ഞതുപോലെ നിമ്മി ചെറിയാണെന്ന് ബോർഡും പിടിച്ചോണ്ട് ഞാൻ നിന്നപ്പോ എന്റെ കാറിൽ വന്ന് കയറിയ പെണ്ണ് നിമ്മിയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. എടാ, നീ കാർ കൊണ്ട് ചെന്നപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കുച്ചനെ കണ്ടു. അതിനെ എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് പോകും. അല്ല, കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ കാറുമായിട്ട് ചെന്നപ്പോ ഏതോ ഒരു പെണ്ണ് ഇടിച്ചു വന്ന് എന്റെ കാറിൽ കയറിയതാ. അച്ചാൻ ഒരു മതി ചങ്കിക്കുത്തുന്ന വർത്താനം പറയരുത്. എടാ, നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാ നല്ലതിനെ പോയേക്കാം. അല്ല, ഞാൻ കൂടെ പറഞ്ഞു. വേണ്ട, നീ വരണ്ട. വേറെ ഏതെങ്കിലും പെണ്ണിനെ വലിച്ചേറ്റി കൊണ്ടുപോവാ.
ക്ഷമിക്കും മോളെ, വേറെ ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാ. ഈശ്വര, ആ കുഞ്ഞ് മാമ, തണുത്ത് വിറയ്ക്കണ്ടല്ലോ. എന്നോട് ക്ഷമിക്കും മോളെ, എന്നോട് ക്ഷമിക്കും. സാരില്ല കേട്ടോ, ഞാൻ തോർത്തി തരാം. ഇനി മോളെ ഞാൻ ഉപേക്ഷിക്കില്ല കേട്ടോ. മോക്ക് ഞാനുണ്ട്. മോളറിയിക്കോ, ഉറയ്ക്കും. നല്ല മോളെ. അച്ചായോ, എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് നിമ്മി എങ്ങനെയാണ് മിസ്സായതെന്നുള്ളതാണ്. നീ മിണ്ടായിരിക്കടാ. ചുമ്മാ നിമ്മി ആക്ച്വലി എന്താ സംഭവിച്ചത്? ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഒരു തമിഴൻ എന്റെ പേര് എഴുതി പിടിച്ച് നിൽക്കുന്നു. അയാൾ എന്നെ കൊണ്ടുപോയത് ഒരു വക്കീലിന്റെ വീട്ടിലേക്കാ. അവിടെ അയാളുടെ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഗീത സാമുവൽ. ഗീതാ സാമുവലോ? അവരെ അറിയോ? പിന്നെ അറിയോന്നോ? ഇപ്പോഴല്ലേ സംഗതി പിടികിട്ടിയത്. പേരെഴുതി പിടിച്ച പ്ലാക്കാർഡ് മാറിപ്പോയതാണ് അച്ചായ. ഞാനിവളത് ഇത്ര ഉള്ളപ്പോഴും മറ്റോ കണ്ടിട്ടുള്ളതല്ലേ. അവനിങ് വരട്ടെ. ആര്? അരവിന്ദൻ. അവനാച്ച എന്നെ വേണം പറയാൻ. അങ്ങനെ വരട്ടെ. നീ ഒരുത്തനെ കൊടി പിടിക്കാൻ ഏൽപ്പിച്ചിട്ട് മറ്റവളെ അങ്ങോട്ട് കറങ്ങാൻ ഇറങ്ങി. എടാ ഇവിടെ വാ. അല്ല അച്ചായ, ഞാൻ ഈ എയർപോർട്ടിലൊക്കെ ചെന്ന് പ്ലാക്കാർഡ് പിടിച്ച് നിൽക്കുന്ന ആരെങ്കിലും കണ്ട ആർക്കാ മോശം? ആർക്കാ? അച്ചായന്. ഇല്ല, ഒരു മോശവും ഇല്ല. എടാ ഇതാ ഞാൻ പറയുന്നത്, ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ അത് ഉത്തരവാദിത്തപൂർവ്വം ഏറ്റെടുക്കണം. ഇന്ന് തന്നെ ഇവളെ കാണാനിട്ട് ഞാൻ അനുഭവിച്ച ടെൻഷൻ. അച്ഛൻ ചായ കുടി. ഷുഗറുള്ള ആളാ. ഏതായാലും ഒരാഴ്ച മോളിവിടെ കാണുമല്ലോ, അതുവരെ ഇവന് ലാത്തി നീ സഹിച്ചോ. ബാംഗ്ലൂരിലെ ക്ലൈമറ്റിന്റെ ആയിരിക്കും. നീ നന്നായി ചോദിച്ചിട്ടുണ്ട്. ഓ, അത് നീ കുറച്ചുനാൾ എന്നെ കാണാതിരുന്നിട്ട് തോന്നുന്നതാ. പിന്നെ എനിക്ക് നിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ? ആകെ ഒരു ഷൈനിങ് ഉണ്ട്. ആ, നിന്റെ പ്രതിമേനൻ എന്ത് പറയുന്നു? എന്ത് പറയാൻ? അത് ഏപ്രിൽ വരെ കാത്തിരിക്കണം. അപ്പോഴേ ലീവ് കിട്ടുമെന്നാ എഴുതിയിരിക്കുന്നത്. ആ, ഒരു വിഷമം കണ്ടില്ലേ? ഹലോ, സാർ ലെഫ്റ്റ് പോണം. ശീഘ്രം വണ്ടി എല്ലാ വണ്ടി ഇരിക്കുന്നത്. എനിക്ക് ലെഫ്റ്റ് പോണം. അതല്ലേ കംപ്ലീറ്റ് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവോ? അവിടെ പോയാ പൊയ്ക്കളാ, ഇനി ചൂടാവുന്നതിന്. തമിഴ്നാട് പോലീസിനൊന്നും ഒരു പഞ്ചാരബോധമില്ല. കേരളത്തിലായിരുന്നു ഞാൻ. എങ്ങോട്ട് പോയി? ഇനി പ്ലാക്കാർഡ് തെറ്റി വേറെ വല്ല വണ്ടി ചെന്ന് കയറിയാ? വണ്ടിയിലെ വെറുതെ തർക്കം பண்ண പോറിയാ? അയ്യോ സാറേ, എന്നെ മനസ്സിലായില്ലേ? ഞാനാ ലക്ഷറി കോച്ച്. താനെന്താ ഇവിടെ? ഞാനിവിടെ തന്നെ. അന്ന് വന്നതിന് ശേഷം പിന്നെ നാട്ടിലോട്ട് പോയിട്ടില്ല. അമ്മയുടെ അസുഖമൊക്കെ മാറിയോ? അസുഖം അത് പിന്നെ ഏതായി കുഞ്ഞ്? ഇത് എന്റെ കുട്ടിയാ സാറേ. തന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട്? അതൊരു നീണ്ട കഥയാ. അല്പ തയ്യാറെടുപ്പുണ്ടെങ്കിലേ പറയാൻ പറ്റൂ.
പാവം ഉറങ്ങി. വയറ് നിറച്ച് ആഹാരം കഴിച്ച ഇപ്പോഴാ. എനിക്കിപ്പോ ഒരു സത്യം മനസ്സിലായി സാറേ. വിശപ്പിന് മുന്നിൽ തകരാത്ത ഒരു അഭിമാനവും ഇല്ല. സാറിനറിയോ, ഈ കുട്ടിയെ കളയാൻ ഞാൻ പല പണികളും നോക്കിയതാ. എന്ത് അത്ഭുതമാണെന്ന് അറിയില്ല, മാഗ്നറ്റിനെ പോലെ കുട്ടി എന്റെ തന്നെ വീണ്ടും വരും. ഇതിനെ കൊണ്ടുനടന്ന് ഇപ്പൊ കുട്ടിയില്ലാതെ എനിക്ക് കഴിയാൻ വയ്യെന്നായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ കളയില്ല സാറേ. തനിക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തപ്പോ താൻ ഈ കുഞ്ഞിനെയും കൂടെ നടന്നിട്ട് എന്ത് ചെയ്യാനാ? ഇതുവരെ അതായിരുന്നു എന്റെയും പേടി. ഇനിയിപ്പോ സാറിനെ കണ്ടുമുട്ടിയ സ്ഥിതിക്ക്